അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ബാബാജിയുടെ കൂടി ബാബ ചായ കുടിക്കണേ, ബാബ ചായ കുടിക്കണേ. എന്താ വർത്താനം? സുഖല്ലേ? പ്രവാസി ഉണ്ടോ? പ്രവാസൻ ഇന്ന് മാങ്ങ കച്ചവടത്തിന് പോരാ ഭയങ്കര കമ്പുണ്ടാവും. പക്ഷേ കൊണ്ടുവിടില്ല, കച്ചവടം ചെയ്യാൻ പറ്റൂല അവരെ, അതുകൊണ്ട് അവരെ കൊണ്ടുവിടില്ല. മനസ്സിലായോ? പറ്റുമോ? കച്ചവടം ചെയ്യാൻ പറ്റാന്നെ? അപ്പോളേ ഞങ്ങൾ രണ്ടാളൊപ്പം പോലൊക്കെ ഉണ്ട്. ഞാൻ കൊണ്ടുപോലൊന്നുമില്ല, ഓനങ്ങനെ പോരൊക്കെ ചെയ്യും. എനിക്കാരും നിർബന്ധമൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയാലും ഞാനങ്ങനെ പോകും. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചു. ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞു. ഞാൻ 2 ചിരട്ടപ്പുട്ടും കടലക്കറിയും കഴിച്ചു. വാവ ഒരു കുണ്ടൻ പാത്രം ബീഫും 1.5 ദോശയും, ഇല്ല ഒരു 2 ദോശ, 2 ദോശയും കഴിച്ചു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്താ പറയാനുള്ള വെച്ചാൽ നല്ല മഴയുടെ അത്യാവശ്യം കാലാവസ്ഥ ഒക്കെ നല്ല മഴയാണ്. കച്ചവടമൊക്കെ വളരെ വീക്ക് തന്നെയാണ്. പക്ഷെ എന്തായാലും അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ പോകേണ്ട റാഹത്ത് തന്നെയാണ്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ പറയാനുള്ളത് വെച്ചാൽ വാവനെ ചായ വഴി കഴിഞ്ഞു. ഇപ്പം ഞാൻ കച്ചവടത്തിന് ഇറങ്ങുകയാണ്. വാവനെ കൊണ്ടുപോകണില്ല. വാവനെ നമുക്ക് വേണമെങ്കിൽ അവർ റെസ്റ്റ് എടുക്കട്ടെ. പ്രവാസിയല്ലേ, 3-3.25 കൊല്ലം 4 കൊല്ലത്തോളം പ്രവാസ ലോകത്ത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ പ്രിയപ്പെട്ടവരെ, ചെറിയൊരു വീഡിയോ ഉള്ളൂ, വലിയൊരു ലെങ്ത് വീഡിയോ ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഒക്കെ സെറ്റാക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളെ പരിപാടികൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രീതിയിലും. ചാനലൊക്കെ വളരെ റീച്ചായി ഉഷാറായി വരുന്നുണ്ട്. സബ്സ്ക്രൈബ് 1Kൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമ്മളെ കൂടെ കൂടുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചാനൽ അതിയായി ഉഷാറായിട്ട് വളരും. വാവാ, എനിക്കെന്താ നമ്മളെ ചാനലിനെ കുറിച്ച് ഒരാളെ ഒന്നും പറയാല്ലേ? നമ്മളെ ചാനൽ എനിക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, അതിങ്ങനെ മുന്നോട്ട് പോകുന്നൊക്കെ തോന്നിയോ? ഇല്ലല്ലോ. ഇപ്പം ശരിക്കും മന്ത് ടീമല്ലേ? ഞാനൊരു മന്ത് ടീമാണ് ആവാറുണ്ട്. ഇങ്ങനത്തെ ഐഡിയൊന്നും അറിയില്ലല്ലോ. എനിക്ക് കരുതി അങ്ങനെ ചെയ്യുന്നൊക്കെ. ഞാനൊരു മന്ത് ടീമാണെന്നും ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യൂല എന്നായിരുന്നു ഒന്ന് വാവൻ്റെ വിശ്വാസം. അപ്പോൾ കേസ് നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇപ്പം ശരിക്കാരം മന്ത് മനസ്സിലായോ? അപ്പോൾ വാവ ഒരാരും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ചാനൽ സെറ്റാക്കി എടുക്കുന്നു, ഇങ്ങനെ ഒരു വീട് നമ്മൾ പണിയൊന്നും, ഇത്ര സെറ്റപ്പിലൊരു വീട് ആയി തീരുമെന്നും, ചെറുതാണെങ്കിലും ഒരു ചെറിയ തോതിലാണെങ്കിലും ഒരു ഉഷാറിലൊരു വീട് പണിയൊന്നും വാവ ഒരിക്കലും കരുതിയില്ല. വാവ കഷ്ടപ്പെട്ട് പണിയൊക്കെ എടുത്ത് പൈസ അയച്ചു തന്നു. അൽഹംദുലില്ലാ നമ്മൾ വീടൊക്കെ പണിത് റായത്തായി വാവക്ക് കൊടുത്തിട്ടുണ്ട്. വാവൻ്റെ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? വാവക്ക് വേണ്ടി നമ്മൾ പണിത വീടാട്ടത്. അപ്പോൾ ഞങ്ങൾ ചായയോടെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറേ സംസാരിച്ചിരുന്നു. ശേഷം കച്ചവടത്തിന് പോകേണ്ട സമയമായി. ഇതാ പെണ്ണ് പുറകെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല മക്കളെ, വണ്ടി നിറങ്ങൂല, ഒരു ട്രിപ്പ് കറങ്ങിയിട്ടേ വിടുള്ളൂ എന്നുള്ള തീരുമാനത്തിലാണ് അവൾ കേട്ടോ. ഇടയ്ക്ക് കീക്കി പറയുന്നുണ്ട്, പോപ്പ പറയുന്നുണ്ട്, വണ്ടി വിടുമെന്ന് പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും വേണ്ട, ഞങ്ങൾ അവളെ കൊണ്ടൊന്ന് കറങ്ങാനുള്ള തീരുമാനമാണ്. ചുമ്മാ മാമ്പഴ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവൾക്ക് ആശ്വാസം, നമുക്കൊരു സന്തോഷം. അവളെ വിഷമിപ്പിച്ചിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് വല്ലാത്ത ടെൻഷനാണ്. കൊച്ചിനെ കരയിപ്പിച്ച് പോകാൻ ഒരു ഇഷ്ടവും എനിക്കില്ല കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ ചുമ്മാ മാമ്പഴ വരെ പോയിട്ട് വരാം. ഓക്കെ, ഇവിടെ അപ്പോൾ റൗണ്ട് അടിച്ച് പുറത്തൂടെ ഒന്ന് കൊണ്ടുപോയി കറങ്ങി റൗണ്ട് അടിച്ച് വീട്ടിൽ വന്നു. അവള് ഹാപ്പി, നമ്മളും ഹാപ്പി. ഇത്രേ ഉള്ളൂ. ഒരു ചിന്ന 1 കിലോമീറ്റർ അങ്ങോട്ട് 1 കിലോമീറ്റർ ഒന്ന് കൊണ്ടുപോയി കൊടുത്താൽ അവൾ വളരെ ഹാപ്പിയാവും. അപ്പോൾ നമുക്കെന്താവും, റാഹത്തിൽ കച്ചവടത്തിന് പോകാൻ പറ്റും. മോളെക്കാരെ എപ്പിക്കാതെ പോകാൻ പറ്റി. വേണ്ട വാവ പുറത്തേക്കൊരു ക്ലിയർ ഇല്ലല്ലേ? രണ്ട് പോണ് പച്ചക്കറി വാവ പച്ചക്കറി വാവ പച്ചക്കറി വാങ്ങാൻ പോകാൻ ആൾക്കാർ. സാമ്പാർ, മീൻ, സാമ്പാർ കൂട്ടും മീൻ. ഞങ്ങൾക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമല്ല. സാമ്പാർ കൂട്ടും മീൻ വാങ്ങാൻ പോവാം. അപ്പോൾ കൊച്ചിനെ നമ്മളിവിടെ വീട്ടിലാക്കി. ഇനി നമ്മൾ വീണ്ടും കച്ചവടത്തിന് പോവാണ് ഗേസ്. അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഹാപ്പി ആക്കുക. പേരക്കുട്ടി കേട്ടോ, ഇവ മോളാണ് പേര്, ഹാല മോൾ. ഞാൻ അമ്പിളിയെന്ന് വിളിക്കട്ടോ. അപ്പോൾ ഞാൻ അവളെ കൊണ്ടുപോയി
ഒന്ന് പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് റൗണ്ട് അടിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് ബേബിക്കൊന്നും കിട്ടാത്തൊരു സൗഭാഗ്യം കിട്ടുന്ന കുട്ടികളോട്. ബേബിൻ്റെ കുട്ടിയാരുടെ കാര്യമല്ല അല്ലേ, ബേബി കിട്ടാത്തൊരു സൗഭാഗ്യമാണ് നോക്കിയത്. ബേബിൻ്റെ കുട്ടിക്കാലൊക്കെ ഒരു കഥ ചെയ്തിട്ടുണ്ടോ, കുറേ കഥ പറയണേ, ഞങ്ങൾ ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. ഓക്കെ ബൈ.